നമസ്കാരം. ഇന്ത്യ എന്നത് ഒരു മതേതരത്വ രാജ്യമാണ്. അതിൽ നമ്മൾ അഭിമാനിക്കുന്നു. കേരള സമൂഹം മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന പ്രബുദ്ധതയുള്ള ജനത വസിക്കുന്ന നാടാണ്. മതേതരത്വ മൂല്യങ്ങൾക്ക് ഏറെ വില കൽപ്പിക്കുന്ന ചരിത്രമാണ് കേരളത്തിലുള്ളത്. എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മതേതരത്വത്തിന്റെ കാര്യത്തിൽ ഒരു അസ്വസ്ഥത നാളിതുവരെ ഉണ്ടാവാതിരുന്നത്? ഇതിന് പ്രധാന കാരണം കേരള ജനസംഖ്യയിൽ ഒരു സാമുദായികപരമായ സന്തുലിതാവസ്ഥ നാളിതുവരെ നിലനിന്നു പോന്നിരുന്നു എന്നതാണ്. അതായത് ഹൈന്ദവരും ക്രൈസ്തവരും ഇസ്ലാം മതസ്ഥരും തമ്മിലുള്ള ജനസംഖ്യാപരമായ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരുന്നു എങ്കിലും ഇവരെ നയിച്ചിരുന്നത് വിദ്യാസമ്പന്നരായ നാനാജാതി മതസ്ഥരെയും സ്നേഹിക്കാൻ മനസ്സുള്ള നേതൃത്വങ്ങൾ ആയിരുന്നു എന്നത്. എന്നാൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളിക്കപ്പെടുന്ന കേരളത്തിന്റെ മതേതരത്വ മൂല്യങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇടിവ് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കേരളത്തിലെ ഏകദേശം 3 കോടിയോളം ജനസംഖ്യ ഉണ്ടായിരുന്നപ്പോൾ അതിൽ 50% ഹൈന്ദവരും 25% മുസ്ലിങ്ങളും 20% ക്രൈസ്തവരുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഇതിൽ വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരുന്നത്. ലഭ്യമായ ഏകദേശ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ കേരള ജനസംഖ്യയെ മുമ്പ് 25% മുസ്ലിങ്ങൾ ഇപ്പോൾ 35% വളർന്നപ്പോൾ 50% ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ 40-ൽ താഴേക്കും 20% ഉണ്ടായിരുന്ന ക്രൈസ്തവർ 15% താഴേക്കും തളരുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? 2017-18 കാലഘട്ടങ്ങളിൽ കേരളത്തിലെ മൊത്തം അതിഥി തൊഴിലാളികൾ 31 ലക്ഷമായിരുന്നു എങ്കിൽ 2030 അത് 60 ലക്ഷമായി കുതിക്കും എന്നാണ് ആസൂത്രണ ബോർഡ് നൽകുന്ന മുന്നറിയിപ്പ്. ഇത് നമ്മൾ ഗൗരവത്തോടെ എടുക്കേണ്ടതുണ്ട്. ക്രൈസ്തവർ ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുന്നതിനായി ഷെക്കേന ടെലിവിഷൻ ഒരുക്കുന്ന ചർച്ചാവേദി ഫയർ റൂമിൽ ഇന്ന് ചർച്ച ചെയ്യുന്നു. അതിഥി തൊഴിലാളികളും മാറുന്ന സാമുദായിക സന്തുലിതാവസ്ഥയും. ഈ വിഷയത്തിൽ ഇന്ന് പ്രതികരണങ്ങൾക്കായി അമേരിക്കയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്ന മുൻ സംസ്ഥാന ലേബർ കമ്മീഷണറും എറണാകുളം ജില്ലയുടെ മുൻ കളക്ടറുമായിരുന്ന ജോസഫ് MP IAS, CBCI ലേറ്റി കൗൺസിൽ സെക്രട്ടറി ഷവലിയാർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ എന്നിവർക്കും പ്രിയ പ്രേക്ഷകർക്കും ഫയർ റൂമിലേക്ക് സ്വാഗതം. ഓക്കെ, ഞാൻ ആദ്യം ജോസഫ് IASലേക്ക് വരികയാണ്. അങ്ങ് UN-ന്റെ ULO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനിൽ 20 വർഷത്തോളം പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളാണ്. അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയുടെ മുൻ കളക്ടറായിരുന്നു, കേരള സംസ്ഥാനത്തിന്റെ മുൻ ലേബർ കമ്മീഷണറുമായിരുന്നു. ഈ കുടിയേറ്റങ്ങള്, അതിഥി തൊഴിലാളികൾ കേരളത്തിലേക്ക് കടന്നു വരുന്നതും അല്ലെങ്കിൽ ഇന്റർനാഷണൽ തലത്തിലുള്ള മൈഗ്രേഷനുകള്, ഇതിനെയൊക്കെ ഏതൊരു ആംഗിളിലാണ് അങ്ങേക്ക് വിവക്ഷിക്കാൻ സാധിക്കുന്നത്? കുടിയേറ്റം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. സമീപകാലത്ത് നമുക്കറിയാം, നമ്മുടെ എത്രയോ പേര് അന്നത്തെ ബോംബെ, ഇന്നത്തെ മുംബൈയിൽ പോയി ജോലി നോക്കിയിട്ടുണ്ട്. അന്നൊക്കെ അവിടെ ജോലി നോക്കാൻ പോകുമ്പോൾ ശിവസേന എന്നൊരു സംഘടന അവിടെ ഉയർന്നു വന്നു. തെക്ക് നിന്നുള്ളവരും ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നുള്ളവരെ വന്ന് ഞങ്ങളുടെ മുംബൈക്കാരുടെ മുംബൈ മാറ്റിക്കൊണ്ട് ഇതിന്റെ സാമുദായിക രീതികൾ മാറ്റിക്കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് ഉള്ളൊരു ഒരു ഒരു രാഷ്ട്രീയ, ആദ്യം ഒരു സാമൂഹിക സംഘടനയായിട്ടാണ് ശിവസേന വളർന്നു വന്നത്. പിന്നെ ഒരു രാഷ്ട്രീയ സംഘടനയായിട്ട് വളർന്നു വന്നു. അന്നൊക്കെ ഞാൻ ചെറുപ്പമായിരുന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാ ഇങ്ങനെ ഒരു മറ്റുള്ള ഒരു രാജ്യത്ത് നിന്ന് ആൾക്കാർ വരുമ്പോൾ അത് നല്ലതല്ലേ, മുംബൈക്ക് നല്ലതല്ലേ, ബോംബെക്ക് നല്ലതല്ലേ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴ് ഇത് നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഇതിന് പല വശങ്ങളും ഉണ്ട്. നല്ലത് മാത്രമല്ല, ചീത്തയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ മലയാളികള്, ക്രൈസ്തവരും ഹിന്ദുക്കളും മുസ്ലിമുകളും ഒക്കെ ലോകത്തിന്റെ നാനാഭാഗത്ത് പോയിട്ട് കുടിയേറിയിട്ടുണ്ട്. ഇന്ന് കാനഡയിലൊക്കെ ഒരുപാട് ചെറുപ്പക്കാർ പോകുന്നു. അതുപോലെ തന്നെ അമേരിക്കയില്, ഞാനിപ്പോ US-ൽ നിന്ന് ഇങ്ങോട്ട് പെറു, ലീമയിലാണ് ഇപ്പോഴ്. തെക്കൻ അമേരിക്കയുടെ വളരെ പ്രസിദ്ധമായ ഒരു രാജ്യമാണ് ലീമ. പെറുവിന്റെ തലസ്ഥാനമാണ് ലീമ. ഇവിടെ തെക്കൻ അമേരിക്കയിൽ അധികം മലയാളികളില്ല, പക്ഷെ വടക്കൻ അമേരിക്കയില്, കാനഡയിലും USA-ലും ഒക്കെ ഒരുപാട് മലയാളികളുണ്ട്. അതുപോലെ തന്നെ ദുബായിലൊക്കെ ഗൾഫിലൊക്കെ പോകുന്നു. പക്ഷെ അവിടെ കുടിയേറി പാർക്കാൻ സാധിക്കില്ല. കാരണം അവിടെ 5 കൊല്ലം 10 കൊല്ലം 15 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരണം. അവിടുത്തെ സിറ്റിസൺ, അവിടുത്തെ പൗരൻ ആകാനായിട്ട് സാധിക്കില്ല എന്നത് ഒരു പ്രത്യേക ഒരു സവിശേഷതയാണ്. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള കുടിയേറ്റം മനുഷ്യരാശിയുടെ ആരംഭം തുടങ്ങി തന്നെ
എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ്. അതിന് പല വശങ്ങളും അതിനുണ്ട്. ആ വശങ്ങൾ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ പിന്നീട് വരാം. പക്ഷെ അതിനാണ് ദോഷങ്ങളുണ്ട്. ആ ദോഷം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ദോഷത്തെ എങ്ങനെ ഇല്ലാതാക്കാൻ സർക്കാരിന്റെ നയങ്ങൾ കൊണ്ട് അതിനെ മുന്നോട്ട് വെക്കണം എന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആമുഖമായിട്ട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ചർച്ച പുരോഗമിക്കുമ്പോൾ ഞാൻ കൂടുതൽ അതിനകത്ത് ചേർക്കാം. ഓക്കെ, വ്യക്തമാണ്. അഡ്വക്കേറ്റ് വി.സി. സെബാസ്റ്റ്യൻ, ഞാൻ അങ്ങയിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോ ക്രൈസ്തവര് ഒരു കുടിയേറ്റത്തിന് കൂടുതൽ പ്രേരണ നൽകുന്നവരാണ്. കുടിയേറ്റ മേഖലകളിലേക്ക് പോവാനും അവിടെ ജീവിക്കുവാനും ഒക്കെ ആ സാമൂഹ്യ പരിസ്ഥിതിയോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ സാമുദായിക സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ക്രൈസ്തവര്. അങ്ങ് CBCയുടെ ലേറ്റ് കൗൺസിൽ സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുടിയേറ്റമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അപ്പോൾ ഇത് കേരള സമൂഹത്തിൽ സാമുദായികമായ അസന്തുലിതാവസ്ഥയ്ക്ക് ഇത്തരം ചില കൂട്ടർ ബോധപൂർവമായി ശ്രമിക്കുന്നുണ്ടോ? എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഞാനിവിടെ മുന്നോട്ട് വെക്കുന്നത് 2021 സംസ്ഥാനത്തെ ആസൂത്രണ ബോർഡ് പുറത്തിറക്കിയ ഒരു പഠന റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിനെ കുറിച്ച് നമ്മുടെ ഒരു ചാനലുകൾ പോലും ഗൗരവത്തോടെ എടുത്തൊരു ചർച്ചയ്ക്ക് വന്നിട്ടില്ലാത്തപ്പോഴാണ് ഷെക്കേന ടെലിവിഷൻ ഇതിന്റെ ഒരു വിലയിരുത്തലിന് തയ്യാറായിരിക്കുന്നത്. അതിഥി തൊഴിലാളികൾ ഉൾപ്പെടുന്ന അസംഘടിത മേഖലയും നഗരവൽക്കരണവും എന്നുള്ളതാണ് സംസ്ഥാന ആസൂത്രണ ബോർഡ് പുറത്തിറക്കിയ ആ റിപ്പോർട്ടിന്റെ ഹെഡിങ്. ആ റിപ്പോർട്ടിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ 2030 കൂടി കേരളത്തിലെ ജനസംഖ്യ 3,60,00,000 എത്തും. 2017-18 ഇവിടെ റോണി സൂചിപ്പിച്ചതുപോലെ 31.4 ലക്ഷം അതിഥി തൊഴിലാളികളാണ് കേരളത്തിൽ ഉള്ളത്. 2030 കൂടി അത് 59.7 ലക്ഷമായി കുതിക്കുമെന്നാണ് ആസൂത്രണ ബോർഡിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. കുറച്ചുകൂടെ കണക്കുകൾ ഞാൻ പറയുമ്പോൾ ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാകുമെന്ന് കരുതുകയാണ്. കേരളത്തെ കുടുംബമായി തുടരുന്ന അതിഥി തൊഴിലാളികൾ 10.3 ലക്ഷമാണ്. വരുന്ന 3 വർഷം കൊണ്ട്, അതായത് 3 വർഷം കൊണ്ട് ഇത് 13.2 ലക്ഷമായി വർദ്ധിക്കും. 8 വർഷം കൊണ്ട്, അതായത് 2030 കൂടി 15.2 ലക്ഷമായും ഇത് ഉയരും. അത് കുടുംബങ്ങൾ ആയി വരുന്ന അതിഥി തൊഴിലാളികളുടെ എണ്ണം. 3 കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് 3 രീതിയിലുള്ള കുടിയേറ്റമാണ് കേരളത്തിലെ അതിഥി തൊഴിലാളികളായിട്ട് ഇപ്പോൾ നടക്കുന്നത്. ഒന്ന്, വിവിധ കമ്പനികൾ അവരുടെ പ്രവർത്തനങ്ങൾക്കായി കൊണ്ടുവരുന്ന ആൾക്കാരെ. രണ്ടാമതുള്ളത് ഇടനിലക്കാരുടെ കെയർ ഓഫിൽ വരുന്നവരെ. മൂന്നാമത്, ആരുടെയും സഹായമില്ലാതെ ഇങ്ങനെ വണ്ടി കയറി എത്തി സ്വതന്ത്രരായി പ്രവർത്തിക്കുന്ന കൂട്ടര്. ഈ 3 കൂട്ടരും ഇന്ന് കേരളത്തിൽ ധാരാളമുണ്ട്. ഇങ്ങനെ വരുന്നവരുടെ പ്രായവും ഗവൺമെന്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 16 തൊട്ട് 35 വയസ്സ് ചെറുപ്പത്തിൻ്റെതായ തിളക്കത്തിൽ നിൽക്കുന്നവരാണ് വരുന്നവരേറെയും. ഇവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനങ്ങളിൽ പറയുന്നത് വിദ്യാഭ്യാസം ഒരു സ്കൂളിലും പോകാത്തവരുണ്ട്. സ്കൂളുകളിൽ പ്രാഥമിക വിദ്യാഭ്യാസം എടുത്ത് അങ്ങനെയുള്ളവരാണ് ഇവിടെ വന്നിരിക്കുന്ന അതിഥി തൊഴിലാളികൾ നല്ലൊരു ഭാഗവും. ചുരുങ്ങിയ കാലത്തിന് ജസ്റ്റ് വന്ന് ഒരു 5-6 മാസം ജോലി ചെയ്ത് തിരിച്ചു പോകുന്നവരുടെ എണ്ണവും ഇവർ കണക്കാക്കിയിട്ടുണ്ട്. അത് 2017-18 വർഷത്തിൽ 21.1 ലക്ഷമാണ്. 2025 34.4 ലക്ഷമാകുമെന്നും 2030 കൂടി 44 ലക്ഷമായിട്ട് ഉയരുമെന്നുമാണ് ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് പുറപ്പെടുവിച്ചിരിക്കുന്ന സർവേ. ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേരള ജനസംഖ്യയുടെ 2030 അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ജനസംഖ്യയുടെ 16.6% അതിഥി തൊഴിലാളികൾ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇവരെ എവിടെ നിന്നാണ് വരുന്നത്? പ്രധാനമായിട്ട് കേരളത്തിലേക്ക് ബീഹാർ, ബംഗാള്, ഒറീസ, ഉത്തർപ്രദേശ്, ആസാം, ഇതുകൂടാതെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നവരുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു പലായനം കേരളത്തിലേക്ക് വന്നത് എന്നുള്ളതും കൂടി നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട കാര്യമാണ്. ആ സംസ്ഥാനങ്ങളിലുള്ള പ്രശ്നം കൊണ്ടാണോ,
അതോ തൊഴിലില്ലാത്ത അവസ്ഥ കൊണ്ടാണോ? പ്രധാനമായിട്ടും ആ സംസ്ഥാനങ്ങളിലെ തൊഴിലില്ലായ്മയും വേതനക്കുറവുമാണ് കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികളെ, കുടിയേറ്റ തൊഴിലാളികളെ എത്തിക്കുന്നതിന് കാരണമായിട്ടുള്ളത്. ആ കണക്കും കൂടെ ഇവര് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇന്ത്യയിലെ കാർഷിക ഗ്രാമീണ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ദിവസക്കൂലിയുടെ ശരാശരി എന്ന് പറയുന്നത് 321 രൂപയാണ്. അത് ഗുജറാത്തിലാണെങ്കിൽ 321 രൂപ പോലും കൊടുക്കുന്നില്ല, 265 രൂപ മാത്രമേ ഉള്ളൂ. ത്രിപുരയിൽ 270 രൂപ. നല്ലൊരു ശതമാനം തൊഴിലാളികളും കടന്നു വന്നിരിക്കുന്ന ബംഗാളിൽ അത് 329 രൂപയാണ്. ഉത്തർപ്രദേശിലാകട്ടെ 247 രൂപയും ഒറീസയിൽ 239 രൂപയുമാണ്. എന്നാൽ കേരളത്തിലെ ശരാശരി ദിവസക്കൂലി 767 രൂപയാണ്. അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലായിട്ട് അതിന്റെ 3 ഇരട്ടിയോളം വരുന്ന ദിവസക്കൂലി കിട്ടുന്ന ഒരു സംസ്ഥാനത്തിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടി ആളുകൾ വരുന്നെന്നുള്ളത് അത് ആ ജോലിയുടെ മഹത്വം കൊണ്ടോ മാത്രമല്ല, കൂലിയുടെ കൂടുതൽ കൊണ്ടുമാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതായത് കുറച്ചുകൂടെ രസകരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തില് നല്ല തുക മുടക്കി ഫീസ് കൊടുത്ത് പഠിച്ചിറങ്ങുന്ന ഒരു എഞ്ചിനീയർ ഒരു മാസത്തെ ശമ്പളം കിട്ടുന്ന അദ്ദേഹത്തിന് 12,000 തൊട്ട് 15,000 രൂപ വരെയാണ് ഇന്ന്. ഒരു നേഴ്സിന് കേരളത്തിൽ ജോലി ചെയ്താൽ 4 വർഷക്കാലം പഠിച്ച് ഫീസും കൊടുത്ത് ജോലി ചെയ്ത നേഴ്സിന് കിട്ടുന്നത് 10,000 തൊട്ട് 20,000 രൂപ വരെയാണ്. ഡോക്ടർമാർക്ക് ഇനി ഡോക്ടർമാർ സുലഭമായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തില് 25,000 രൂപ തൊട്ടുള്ള സാലറിയാണ് സാധാരണ MBBS ഡോക്ടർമാർക്ക് കിട്ടുന്നത്. പക്ഷെങ്കിൽ ഒരു അതിഥി തൊഴിലാളി, ഇങ്ങനെ കടന്നു വന്നിരിക്കുന്ന തൊഴിലാളികളുടെ മാസ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,000 തൊട്ട് 30,000 രൂപ വരെയാണ്. ആ രീതിയിലുള്ള ആകർഷണവും ഈ കാര്യത്തില് ഉണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇവര് കീഴടക്കിയിരിക്കുന്ന ചില മേഖലകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 17.5 ലക്ഷത്തോളം കുടിയേറ്റക്കാർ കേരളത്തിൽ പ്രധാനമായിട്ടും നിർമ്മാണ ജോലികളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. 6.3 ലക്ഷത്തോളം പേർ ഫാക്ടറികളിലും വ്യവസായ ഉൽപാദന മേഖലകളിലുമാണ്. 3 ലക്ഷത്തോളം പേരാണ് കാർഷിക അനുബന്ധ ജോലികളിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടിന്റെ സമസ്ത മേഖലകളിലേക്കും കുടിയേറ്റ തൊഴിലാളികളുടെ സ്വാധീനവും പ്രവർത്തന മേഖലയും ഉള്ള ഒരവസ്ഥയിലാണ് നമ്മൾ ഈ വിഷയം വളരെ ഗൗരവമായിട്ട് എടുക്കുന്നത്. ഇതെല്ലാം നാളെ ഇന്ത്യൻ പൗരന്മാര് എന്ന നിലയില് ഞാൻ വളരെ അടിവരയിട്ട് പറയുന്നു, ഇന്ത്യൻ പൗരന്മാര് എന്ന നിലയില് നാളെ വോട്ടവകാശമുള്ള ഒരു ജനതയായിട്ട് അതിഥി തൊഴിലാളികൾ കേരളത്തിൽ മാറും എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണെന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഓക്കെ, വ്യക്തമാണ്. അത് മുന്നോട്ട് ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് വോട്ടവകാശം ലഭിക്കുന്നു എന്നുള്ളത് പ്രസക്തമാണ്. പക്ഷെ ഇപ്പോൾ തന്നെ ചിലരൊക്കെ റേഷൻ കാർഡുകളും അടിസ്ഥാന രേഖകളും ഒക്കെ അതിഥി തൊഴിലാളികൾ കേരളത്തിൽ കൈവശപ്പെടുത്തിയിട്ടുണ്ട്, അവരതിന് അർഹത നേടിയിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ പ്രസക്തമാണ്. ശ്രീ MB ജോസഫ് സാർ, ഞാൻ അങ്ങയിലേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടി, അങ്ങ് നേരത്തെ പറഞ്ഞു ബോംബെയിലേക്ക് ഉണ്ടായ ഒരു കുടിയേറ്റ കാര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ അങ്ങേക്ക് അന്താരാഷ്ട്ര പ്രവൃത്തി പരിചയം ഉള്ളത് കൊണ്ടാണ് ഞാൻ എടുത്തു ചോദിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ ഒരിക്കലും PR കൊടുക്കുന്ന ഒരു സ്ഥിതിയില്ല. അതായത് ഗൾഫ് രാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം രാജ്യങ്ങൾ തന്നെയാണ്. പക്ഷേ മറ്റ് യൂറോപ്യൻ കൺട്രികളിലൊക്കെ കിട്ടുന്നുണ്ട്, അവിടേക്കൊക്കെ കൃത്യമായി ഈ മൈഗ്രേഷൻ നടക്കുന്നുമുണ്ട്. കേരളത്തിലേക്ക് വരികയാണെങ്കിലും, കേരളത്തിലേക്ക് വരിക അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിലും ഇത്തരം ചില സംഘടിത ശ്രമത്തോടു കൂടിയുള്ള മൈഗ്രേഷനുകൾ കേരളത്തിൽ ഉണ്ടാവുന്നുണ്ടോ? അങ്ങയുടെ ലോകപരിചയവും അതേപോലെ തന്നെ ഈ മേഖലകളിലുള്ള അങ്ങയുടെ എക്സ്പീരിയൻസും വെച്ചിട്ട് എന്താണ് അങ്ങേക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? അതായത് മറ്റൊരു കാര്യം അതോടൊപ്പം കൂട്ടിച്ചേർക്കുന്നത്, നേരത്തെ VC സെബാസ്റ്റ്യൻ സാർ പറഞ്ഞതുപോലെ കേരള ജനസംഖ്യയുടെ 16% അതിഥി തൊഴിലാളികൾ വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അതൊരു അപകടം തന്നെയാണ്. അത് എന്തിന്റെ പേരിലായിക്കോട്ടെ, ഇവിടെ കൂടുതൽ തൊഴിലവസരങ്ങളുണ്ട്, മെച്ചപ്പെട്ട ശമ്പളം ഉണ്ടായിക്കോട്ടെ, എന്തു തന്നെ ആയാലും ചിലത് നമ്മൾ തിരിഞ്ഞു ചിന്തിക്കേണ്ടതുണ്ട്. കാരണം കോവിഡിന്റെ സമയത്ത് പായിപ്പാടുണ്ടായ അതിഥി തൊഴിലാളികളുടെ സംഘടിതമായ ഒരു പ്രതിരോധമൊക്കെ നമ്മൾ കണ്ടതാണ്.
അപ്പോൾ ഒരു കേരള സംസ്ഥാനത്തെ 16.6% ജനസംഖ്യ ഇവർ വളർന്നു കഴിഞ്ഞാൽ അതിൽ പ്രത്യേക താല്പര്യമുള്ള മത താല്പര്യമുള്ള ചില സംഘടിത ശക്തികളുടെ പിൻബലമുള്ളവർ സംഘടിച്ചാൽ അത് കേരളത്തിന് അപകടകരമല്ലേ? എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? പറഞ്ഞതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യയിലത്തെ ഒരു മുസ്ലിം പൗരന് പോലും അവിടെ പൗരത്വം ലഭിക്കില്ല. യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ കിട്ടുമ്പോൾ ശരിയാണ്. എന്നാൽ കേരളത്തിൽ വരുന്നവര് ഇന്ത്യൻ പൗരന്മാരാണ് വരുന്നത്. ബംഗ്ലാദേശികൾ ആയിട്ടല്ല വരുന്നത്. റെക്കോർഡ് പരം ആയിട്ട് ആണെങ്കിൽ പോലും ബംഗ്ലാദേശികൾക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല, ഇന്ത്യയിലേക്ക് കടക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് വരുന്നവരെല്ലാവരും ഇന്ത്യൻ പൗരന്മാരായിട്ട് തന്നെയാണ് വരുന്നത്. ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യയുടെ ഗുജറാത്തിൽ പോകാനൊക്കെ അവകാശമുള്ളതുപോലെ, നമ്മുടെ ഭരണഘടന അവകാശം തരുന്ന പോലെ ഇന്ത്യയുടെ ഏത് പൗരനും കേരളത്തിൽ വരാനുള്ള ഒരു അവകാശം, ഇവിടെ ജോലി ചെയ്യാനുള്ള അവകാശം, അതൊക്കെ നമ്മുടെ അടിസ്ഥാന ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പെട്ടതാണ്. ഭരണഘടന നമുക്ക് തരുന്ന അവകാശങ്ങളിലത്തെ ഭാഗമാണ് ഇതെല്ലാം. അതുകൊണ്ട് ഒരു ഇന്ത്യൻ പൗരനെ കേരളത്തിലേക്ക് വരാൻ പാടില്ല എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഒരു വശത്ത് നമ്മുടെ ആളുകളൊക്കെ കേരളം വിട്ട്, ചെറുപ്പക്കാരൊക്കെ കേരളം വിട്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഈ കേരളത്തിലേക്ക് ഇത്തരത്തിലുള്ള തൊഴിലാളികൾ ഒഴുകി വരുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ. ഇവിടെ ഷെവലിയർ സെബാസ്റ്റ്യൻ നിർമ്മാണ മേഖലയെ പറ്റി സൂചിപ്പിച്ചു. നമ്മുടെ നിർമ്മാണ മേഖല തകർന്നു പോകും ഇവര് വന്നില്ലെങ്കിൽ. ഇത്തരത്തിലുള്ള അതിഥി തൊഴിലാളികളോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാന തൊഴിലാളികളോ എന്ന് വിശേഷിപ്പിച്ചാലും അവരില്ലെങ്കിൽ നമ്മുടെ നിർമ്മാണ മേഖല തകർന്നു പോകും. അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് ഘടന അത് മാത്രമല്ല, നമ്മുടെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി, നമ്മുടെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി, ഹോട്ടൽ, ടൂറിസം പോലെയുള്ള വ്യവസായങ്ങളൊക്കെ ഇവരില്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികളില്ലെങ്കിൽ തകർന്നു പോകും. അതൊരു വസ്തുതയാണ്. അതുകൊണ്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഈ രീതിയിൽ നിലനിർത്തണമെങ്കിൽ നമുക്ക് അതിഥി തൊഴിലാളികളെ ആവശ്യമാണ്. അത് അടിവരയിട്ട് പറഞ്ഞേ പറ്റൂ. ഇതിനകത്തുള്ള വശം എന്ന് പറഞ്ഞാൽ 16% പേര്, കേരളത്തിന്റെ ജനസംഖ്യയുടെ 16% പേര് അതിഥി തൊഴിലാളികളാണെന്ന് നേരത്തെ ഷെവലിയർ സൂചിപ്പിച്ചു. അത് ശരിയാണ്. അത് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ അത് വലിയ ആപത്തുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഈ 16% എന്ന് പറയുന്നത് ഒരേ ഒരു 16% അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. 10 പേര് വരും, 8 പേര് പോകും, പിന്നെ 2 പേര് വരും, പിന്നെ 9 പേര് പോകും, പിന്നെ ഒരാൾ വരും. ഒരു സൈക്കിളാണ്. അതുകൊണ്ട് ഈ 16% ഒരു ശതമാനമാണെങ്കിലും ഈ 16% ബാക്കിയുള്ള 84-83% പോലെ ഇവിടുത്തെ സ്ഥിരമായിട്ട് ഉള്ളവരല്ല. അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ നമുക്കിതൊരു വലിയ ഭയാനകമായിട്ട് തോന്നുമെങ്കിലും ഭയാനകത വരുന്നത് ഇവരിവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ ഉദ്ദേശിച്ചാലാണ്. അതിന്റെ ഭാഗ്യവശാൽ ഇവർക്ക് കിട്ടുന്ന ശമ്പളം എത്ര കൂടുതലാണെങ്കിൽ പോലും അവിടുത്തെ സംസ്ഥാനങ്ങളുടെ ശമ്പളത്തിനേക്കാളും എത്രയോ കൂടുതലാണെങ്കിൽ പോലും ഒറീസയിലെ 267 രൂപയോ മറ്റോ മിനിമം വേജ് എന്ന് പറഞ്ഞു. ഗുജറാത്തിൽ പോലും 260 എന്ന് പറഞ്ഞു. ഇവിടെ 767 എന്ന് ഷെവലിയർ സൂചിപ്പിച്ചു. ഇത് എത്ര കൂടുതലാണെങ്കിൽ പോലും ഇവിടെ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങിക്കണമെങ്കിൽ, ഒരു 10 സെന്റ് ഭൂമി വാങ്ങിക്കണമെങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല. ഒരു 10-20-30 കൊല്ലം പോയി ഇതേപോലെ കഠിനമായിട്ട് ജോലി ചെയ്താലേ ഇവർക്ക് സ്ഥലം വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവരിവിടെ സ്ഥിരതാമസക്കാരെ ആകും എന്നുള്ള ഭയം, ഭീതി തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ വേണം. പക്ഷെ ഇപ്പോഴത് സംഭവിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അത് കാരണം ഇവിടുത്തെ ഓരോന്നിനും ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാനുള്ള അതിന്റെ വില, ഇവിടുത്തെ ചെലവുകള്, കേരളം ഒരു ഹൈ കോസ്റ്റ് ഇക്കോണമിയും ഉള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ആകർഷിച്ച് ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ ഇവിടെ അതേ ഹൈ കോസ്റ്റ് ഇക്കോണമി ആയതുകൊണ്ട് ആകർഷിച്ചു വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ സ്ഥിരതാമസക്കാരാകണമെങ്കിൽ, വാടകയ്ക്ക് വീട് എടുക്കണമെങ്കിൽ, ഒരു സ്ഥലം വാങ്ങിച്ച് സ്ഥിരതാമസക്കാരാകണമെങ്കിൽ ഒരിക്കലും അത്രയും എളുപ്പമല്ല. നടക്കുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ ഭീതി വേണ്ട എങ്കിലും ഭാവിയില് നമ്മൾ ശുഷ്കാന്തിയോടുകൂടെ കാര്യങ്ങൾ നോക്കിയില്ലെങ്കിൽ ഭാവിയില് ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു 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 ഒരു
ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. നമുക്ക് അതിഥി തൊഴിലാളി ആവശ്യമാണ്. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിഥി തൊഴിലാളികൾ വന്ന് അവർ തിരിച്ചു പോകുന്നു എന്നാണ്. അതിനുള്ള നടപടികൾ എടുക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അങ്ങ് അവസാനം പറഞ്ഞു നിർത്തിയ പോയിന്റ് വളരെ പ്രസക്തമാണ്. ഇവർ തിരിച്ചു പോകുന്നു എന്ന് നമ്മൾ ഉറപ്പാക്കണമെന്ന്. അത് ഞാൻ VC സെബാസ്റ്റ്യൻ സാറിലേക്ക് വരികയാണ്. പണ്ട് ഇവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളായിരുന്നു നിരവധി പേർ വന്നിരുന്നത്. പക്ഷെ അവരെല്ലാം തിരിച്ചു പോയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചു കാലമായി ഇവിടെ വന്ന് താമസിക്കുന്ന പ്രധാനമായിട്ടും ബംഗാളിൽ നിന്നും ആസാം മേഖലകളിൽ നിന്നുമൊക്കെ വരുന്ന അതിഥി തൊഴിലാളികളിൽ ബഹുഭൂരിപക്ഷം പേരും തിരിച്ചു പോകുന്ന സാഹചര്യമില്ല. അത് നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവരിൽ ബഹുഭൂരിപക്ഷം, അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ 10.3 ലക്ഷം ഫാമിലികൾ ഇവിടെ കേരളത്തിൽ താമസിക്കുന്നുണ്ട് എങ്കിൽ അതിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഇവിടെ കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം ജീവിക്കുന്ന സാഹചര്യമാണുള്ളത്. പിന്നെ ഇതിന്റെ ഒരു രാഷ്ട്രീയ വശം, ജോസഫ് സാർ നേരത്തെ പറഞ്ഞ ഒരു വിഷയമാണ് രാഷ്ട്രീയ വശം. ഈ രാഷ്ട്രീയ വശം, ഇവരിൽ കുറെ പേർക്ക് ഇവിടെ വോട്ടർ ID കാർഡും ആധാർ കാർഡും റേഷൻ കാർഡും ഒക്കെ ശരിയാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവർക്ക് വോട്ടവകാശം, കേരളത്തിൽ വോട്ടവകാശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചില രാഷ്ട്രീയ കക്ഷികളുടെ സമ്മർദ്ദം സർക്കാരിലേക്കുണ്ട്. അതിലുള്ള ചർച്ചകൾ മുമ്പ് നടന്നിരുന്നു. എന്താണ് അങ്ങേക്ക് ഈ വിഷയത്തിൽ, ഞാൻ ഈ പറഞ്ഞ മേഖലകളിലേക്കുള്ള അങ്ങയുടെ പറയാനുള്ളത്? ജോസഫ് സാറ് അവസാനിപ്പിച്ച ഭാഗത്ത് നിന്ന് ആരംഭിക്കുകയാണ്. അതായത് കേരളത്തിലെ ഈ ഗവൺമെന്റ് പറയുന്ന കണക്കനുസരിച്ച് കേരളത്തിലെ അതിഥി തൊഴിലാളികൾ 2018 സ്ഥിരതാമസമാക്കിയിരിക്കുന്ന ഒരു 10.3 ലക്ഷമാണ്. അത് 2021 ആയപ്പോൾ, അതായത് 3 വർഷം കഴിഞ്ഞപ്പോൾ അത് 13.2 ലക്ഷമായിട്ട് കേരളത്തിൽ സ്ഥിരതാമസമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് പറയുന്നത്. ഒരു ഫ്ലോട്ടിംഗ് വിഭാഗം ഉണ്ടായിരിക്കും. റോണി സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളവര് എല്ലാവരും തിരിച്ചു പോയിട്ടില്ല. അവര് നമ്മുടെ ഈ ഹൈ റേഞ്ച് മേഖലകളിലൊക്കെ പല സ്ഥലങ്ങളിലും കുടുംബമായിട്ട് അവരുടെ അനന്തര തലമുറകൾ, 2-3 തലമുറകൾ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. ഇത് എങ്ങനെയാണ് ഈ വിഷയം ഇവിടെ ജോസഫ് സാർ തന്നെ പറഞ്ഞതുപോലെ മധ്യ തിരുവിതാംകൂറിൽ വരാൻ പോകുന്ന സാമുദായിക സമവാക്യങ്ങൾ എങ്ങനെ മാറ്റിമറിക്കപ്പെടും എന്നുള്ളതാണ് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ടത്. അത് ഞാൻ പറയുന്നതിനുള്ള അടിസ്ഥാനം ഈ ഗവൺമെന്റിന്റെ റിപ്പോർട്ട് തന്നെയാണ്. അതിഥി തൊഴിലാളികളിൽ 68% അതിഥി തൊഴിലാളികൾ വന്നിരിക്കുന്നത് സർക്കാരിന്റെ കണക്ക് പ്രകാരം കേരളത്തിലെ 5 ജില്ലകളിലാണ്: തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ സ്ഥിരതാമസമായിട്ട് വന്നിട്ടുള്ളത്, 28%. അതായത് കേരളത്തിലുള്ള അതിഥി തൊഴിലാളികളുടെ 28% എറണാകുളത്തും, 13.6% തൃശ്ശൂറും, 9.7% ആലപ്പുഴയും, 9% കോട്ടയം എന്നിങ്ങനെയാണ്, കോട്ടയം, പത്തനംതിട്ടയും എന്നിങ്ങനെയാണ് ഇപ്പോൾ ഗവൺമെന്റ് തന്നെ ഔദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുന്ന കണക്കുകൾ. ഇത് വരാൻ പോകുന്നത് 68% അതിഥി തൊഴിലാളികളിലെ നല്ലൊരു ശതമാനം, 90%വും മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. സാർ ഇവിടെ സൂചിപ്പിച്ച ഒരു സംഘടിത രൂപം കൈവച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്നുണ്ട്. സംഘടിത രൂപം തന്നെ ഉണ്ട്. വളരെ വ്യക്തമായ തെളിവുകൾ. 2 പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവരുടെ ഇടയിൽ സജീവമായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് CPM, ഒന്ന് SDPI. ഇവര് സംഘടിത രൂപം കൈവരിച്ചിട്ടുള്ളതിന് ഏറ്റവും വലിയ 2 തെളിവുകൾ ഇവിടെ റോണി സൂചിപ്പിച്ചത്, കോവിഡ് ആരംഭകാലത്ത് ചങ്ങനാശ്ശേരിക്കടുത്ത് പായിപ്പാട്ടിൽ ഒറ്റ രാത്രി കൊണ്ട് 10,000-കണക്കിന് അതിഥി തൊഴിലാളികൾ ഒരുമിച്ച് ചേർന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു സംഘടിത രൂപം ഇല്ലാതെ പറ്റുമോ? കിഴക്കമ്പലത്ത് പോലീസ് ജീപ്പ് കത്തിച്ച കുടിയേറ്റ തൊഴിലാളികളുടെ അഴിഞ്ഞാട്ടത്തിന്റെ കഥയും ചരിത്രമൊക്കെ നമ്മൾ കണ്ടതല്ലേ? കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള കുടിയേറ്റ അതിഥി തൊഴിലാളികള് 2 പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുത നിലനിൽക്കെ തന്നെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ സ്ലീപ്പിംഗ് സെൽസ് ഈ ഗ്രൂപ്പുകളിലും ഉണ്ട് എന്നുള്ളതാണ് അനൗദ്യോഗികമായിട്ട് കിട്ടുന്ന വിവരങ്ങൾ. ഇനി മധ്യ തിരുവിതാംകൂറിൽ ഇത് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നതിനെ കുറിച്ച് മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. 5 ജില്ലകളുടെ കാര്യം ഞാൻ പറഞ്ഞു. കേരളത്തിലെ ക്രൈസ്തവ ജനസംഖ്യയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ഈ 5 ജില്ലകളാണ്. കോട്ടയം ജില്ലയിലാണ് 2011 സെൻസസ് പ്രകാരം കോട്ടയം ജില്ലയിലെ ജനസംഖ്യയുടെ 43.48% ക്രൈസ്തവരാണ്. അത് ഇടുക്കിയിലാണ് 43.42,
പത്തനംതിട്ടയാണെങ്കിൽ 38.12, എറണാകുളം ആണെങ്കിൽ 38.03, തൃശ്ശൂർ 24.27. അതായത് 14 ജില്ലകളിലുള്ള ഈ 5 ജില്ലകളിലാണ് മെജോറിറ്റി ഓഫ് ക്രൈസ്തവരുള്ളത്. പക്ഷെ ഈ 5 ജില്ലകളിലാണ് 68% അതിഥി തൊഴിലാളികളും അതൊരു പ്രത്യേക കമ്മ്യൂണിറ്റി ഉള്ളവർ വളരെ സംഘടിതമായിട്ട് ഉള്ളത് എന്നുള്ളത് നാളെ നമ്മുടെ മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക സമവാക്യങ്ങളിൽ വലിയ ഒരു പൊളിച്ചെഴുത്തുണ്ടാകും എന്നുള്ള കാര്യം സംശയമില്ല. വരുന്ന 10 കാരണം ഇത് സംഘടിത ജനവിഭാഗമായിട്ട് ഇവർ മാറിയിട്ടുണ്ട്. അസംഘടിതമായിട്ട് നിൽക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ മുമ്പില് ഈ സംഘടിത വിഭാഗത്തെയാണ് വോട്ട് ബാങ്കായിട്ട് വോട്ട് ചെയ്യുന്ന സാഹചര്യം വന്നിരുമ്പോൾ ഭരണ നേതൃത്വങ്ങളും രാഷ്ട്രീയ പാർട്ടികളും കാണുന്നത്. വിലപേശൽ എന്നുള്ളത് ക്രൈസ്തവരെ സംബന്ധിച്ച് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് ഇത് വരാൻ പോകുന്നത്. സാമുദായിക സമവാക്യങ്ങൾ വൻ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും വിഘടിച്ച് നിൽക്കാതെ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവരുടെ പ്രവർത്തനങ്ങളെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാകും. ഇത് തിരിച്ചറിയാൻ നമ്മുടെ നേതൃത്വങ്ങള്, സമുദായ സഭാ നേതൃത്വങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കുന്നില്ല എന്നോർത്ത് എനിക്ക് വളരെയേറെ ദുഃഖമുണ്ട്. നമ്മളെപ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മഹാത്മ്യം കൊട്ടിഘോഷിക്കാറുണ്ട്. ആശുപത്രിയുടെ സേവനങ്ങളുടെ മഹാത്മ്യം വസ്തുതയാണ്, ചരിത്രമാണ് അതൊക്കെ. പക്ഷേ ഇപ്പോൾ പഠിച്ചിറങ്ങുന്നതിൽ എത്ര ക്രിസ്ത്യാനികൾ ഈ മധ്യ തിരുവിതാംകൂറിലെ കലാലയങ്ങളിലുണ്ട്? നാളെ ഇവിടെ പഠിച്ചിറങ്ങുന്ന നല്ലൊരു ശതമാനം അതിഥി തൊഴിലാളികളുടെ മക്കളായിരിക്കുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. രാഷ്ട്രീയ രംഗത്തുള്ള പ്രാതിനിധ്യം നമ്മള് വിഘടിച്ച് നിന്ന് തമ്മിലടിച്ച് ഇല്ലാതാക്കിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഗ്യാപ്പിലേക്ക് മറ്റൊരു അന്യ സംസ്ഥാന തൊഴിലാളികൾ, അതിഥി തൊഴിലാളികളുടെ രൂപത്തില് കടന്നു വന്ന് അത് പ്രത്യേകിച്ച് 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് വന്നുകൂടെ കഴിയുമ്പോൾ വലിയൊരു പ്രതിസന്ധിയാണ് മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവ സമൂഹം നേരിടാൻ പോകുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. സാർ ഇവിടെ ഗൾഫിനെ കുറിച്ച് പറഞ്ഞു. ഗൾഫിൽ പോകുന്ന ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ പോയിട്ടുള്ള ആൾക്കാര് പ്രധാനമായിട്ട് നഴ്സിംഗ് മേഖലയിലാണ് മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ള ഗൾഫിലേക്കുള്ള ഒഴുക്ക് വന്നിട്ടുള്ളത്. പ്രധാനമായിട്ടും അവര് ചിലരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്, ചിലർ മറ്റു രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. എങ്കിൽ തന്നെയും നമ്മുടെ നാട്ടിലേക്ക് ഒരു പണം കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ അവിടെ നടന്നിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ വലിയ മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരാത്ത, ഒറ്റയ്ക്ക് പോകുന്നയാള്, ഒരു കല്യാണം കൂടെ കഴിച്ച ഒരാളെ കൊണ്ട് പോകുന്ന, അവിടെ സെറ്റിൽ ചെയ്യുന്ന കുടുംബങ്ങളിലേക്ക് ഇവിടുത്തെ മാതാപിതാക്കൾ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെ ഇവിടെ നമ്മൾ ശുഷ്കമാകുകയാണ്. ഈ ശുഷ്കമാകുന്ന അന്തരീക്ഷത്തിൽ പോലും ഒരുമിച്ച് നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ബലഹീനതയായിട്ട് നിൽക്കുമ്പോഴാണ് അതിഥി തൊഴിലാളികളുടെ വലിയ ഒരു നമ്പര് ഈ 5 ജില്ലകളിലേക്ക് സ്വാധീനമായിട്ട് വന്നത് കൂടെ നമ്മൾ വിലയിരുത്തണം. ഓക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അഡ്വക്കേറ്റ് വി.സി. സെബാസ്റ്റ്യൻ സാർ ഇപ്പോൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സമയക്കുറവുള്ളത് കൊണ്ട് എനിക്ക് ഇടപെടാൻ നിർബന്ധിതനാവുകയാണ്. അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. നമ്മുടെ കേരള സമൂഹം ഇതുവരെയും ചിന്തിക്കാത്ത ആംഗിളിലുള്ള വിഷയങ്ങളാണ് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചത്. കണക്കുകൾ നിരത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് അങ്ങ് സൂചിപ്പിച്ചത്. ജോസഫ് IAS സാറും ഇതിൻ്റെയോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത പൊതു തത്വങ്ങളും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ അതിഥി തൊഴിലാളികൾ 16.6% കേരള ജനസംഖ്യയുടെ 16.6% അതിഥി തൊഴിലാളികളിലെ 68% തെക്കൻ ജില്ലകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നു എങ്കിൽ അത് സാമുദായികപരമായ അസന്തുലിതാവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഇത് കൃത്യമായി ബോധപൂർവം പഠിച്ച് ഇതിന് കൃത്യമായ ഇടപെടലുകൾ സർക്കാർ സംവിധാനങ്ങളിലും സാമുദായികപരമായും ഇടപെടൽ നടത്തുന്നില്ല എങ്കിൽ ഇതിന്റെ അനന്തരഫലം മതേതരത്വ കേരളം എന്നുള്ള വാക്ക് പോലും ഇല്ലായ്മ ചെയ്യപ്പെടുന്ന തരത്തിലേക്കാണ് വരിക. എന്തായാലും ഇന്നിവിടെ ഗൗരവമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്ത്. തുടർ ചർച്ചകളും ഇതിനോടൊപ്പം തന്നെ വേണ്ടിവരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് ഫയർ റൂമിൽ ചർച്ച ചെയ്ത വിഷയം അതിഥി തൊഴിലാളികളും മാറുന്ന സാമുദായിക സന്തുലിതാവസ്ഥയും എന്നതായിരുന്നു. ഈ വിഷയത്തിൽ ഇന്ന് നമ്മളോട് പ്രതികരണങ്ങൾ നടത്തിയ എറണാകുളം മുൻ കളക്ടറും മുൻ കേരള സംസ്ഥാന ലേബർ കമ്മീഷണറുമായിരുന്ന ജോസഫ് MP IAS-നും CBCI ലേറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയാർ അഡ്വക്കേറ്റ് വി.സി. സെബാസ്റ്റ്യനും പ്രത്യേകം നന്ദി പറയുന്നു. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണും വരേക്കും ഗുഡ് ബൈ.